മാട്ടിൽ കുടുംബത്തിൽപ്പെട്ട എല്ലാ അംഗങ്ങളും ഇവരെല്ലാവർക്കും കൂടി ഒരു പ്രാവശ്യം ഒറ്റ നോട്ടത്തിൽ ഒരു സലാം പറയാൻ സാധിച്ചത് തന്നെ, അഥവാ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചോരയിൽപ്പെട്ട വ്യക്തികളോട് എൻ്റെ മുന്നിൽ വെച്ച് ഇത്രയും കൂടുതൽ ആൾക്കാരോട് ഒരേ സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയാൻ സാധിച്ചത് തന്നെ ഈ കുടുംബ സംഗമത്തിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളാണ്. ഞാനാണ് ഈ പരിചയപ്പെടുത്തൽ ദൗത്യം ഏറ്റെടുത്തത്. അതിൽ എന്നെ സഹായിക്കാൻ നമ്മുടെ മുതിർന്ന അംഗങ്ങൾ ഇവിടെ സ്ഥലത്തിരിപ്പുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ FMI ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം, അവരും ഉത്തരം പറയും. FMIക്ക് ആർക്ക് വേണമെങ്കിലും ഓപ്പറേറ്റർമാർ നൽകുന്നതാണ്. അവരിൽ ആ മൈക്കിൽ കൂടി നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ ഒരു കുറ്റമറ്റ രീതിയിൽ പരിചയപ്പെടുത്താൻ സാധിക്കും എന്ന് കരുതിയിട്ടല്ല ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഈ കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടേണ്ടതാണ്. അത് നിർവഹിക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. നാം എല്ലാവരും ഈ ഇരിക്കുന്നവരിൽ വളരെ അപൂർവം ചിലർ ഒഴികെ ഒരൊറ്റ വാപ്പാന്റെ ചോരയാണ്. അതാണ് ഈ സംഗമത്തിൽ, ഈ യോഗത്തിലുള്ള ഏറ്റവും വലിയ പ്രാധാന്യം. നിങ്ങൾ ജനിച്ചതിന്റെ ശേഷം, അല്ലെങ്കിൽ ഞാൻ ജനിച്ചതിന്റെ ശേഷം ഇങ്ങനെ ഒരു അനുഭവം ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും ആദ്യമായിരിക്കും. അതും ഈ ഒരു സമ്മേളനത്തിന്റെ പ്രാധാന്യമാണ്. അപൂർവമായ ഈ സൗഭാഗ്യം നമുക്ക് നൽകിയതിന് അല്ലാഹുവിനെ ആയിരം പ്രാവശ്യം നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാഹ് അൽഫമറ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഈ സംഗമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ പരസ്പരം പരിചയപ്പെടുത്തുക എന്നുള്ള പരിപാടി. സംഗമം എങ്ങനെ ഉത്ഭവിച്ചു, എങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെ ഈ നിലവാരം വരെ എത്തി, ഇവിടെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ ശക്തവും വ്യക്തവുമായ ഇതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായ അബ്ദുറഹ്മാൻ മാസ്റ്റർ നിങ്ങൾക്ക് വിവരിച്ചു തരികയുണ്ടായി. അത് നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കുടുംബം അഥവാ മാട്ടിൽ കുടുംബം, മാട്ടിൽ കുടുംബം എന്ന് പറയുന്ന ഈ കുടുംബം ഉണ്ടായ സ്ഥലം ഇവിടെ നിന്നും 50 അല്ലെങ്കിൽ 100 മീറ്റർ മാത്രം അപ്പുറം മുഹമ്മദ് മുസ്ലിയാരുടെ മാട്ടിൽ മുഹമ്മദ് ബാക്കവി എന്നയാൾ താമസിക്കുന്ന ഒരു വീടുണ്ട് ഇവിടെ. അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത സ്ഥലത്താണ് ഈ മാട്ടിൽ കുടുംബത്തിന്റെ വിത്ത് വാങ്ങിയത്, ഉത്ഭവം കുറിച്ചത്. കൊട്ടക്കാടൻ എന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഹൈദർ പാപ്പ എന്ന പേരുള്ള ഒരാള് ഈ സ്ഥലത്ത് വന്ന് താമസിച്ചു. മാട്ടിൽ എന്ന ഈ സ്ഥലത്തിൽ നിന്ന് മാട്ടിൽ എന്നായിരുന്നു നാമം. ആ സ്ഥലത്ത് വന്ന് അദ്ദേഹം താമസിക്കുകയും അതിന്റെ മുമ്പ് അദ്ദേഹം കൊട്ടക്കാടനാണ്. അതിന്റെ മുമ്പും 2 ഉപ്പാപ്പമാരെ നമ്മുടെ മുതിർന്നവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹൈദർ ഉപ്പാപ്പാന്റെ വാപ്പ ഹസൻ എന്നും അവരുടെ വാപ്പ ആലി എന്നും, അങ്ങനെ 2 ഉപ്പാപ്പമാരെ ഇവർ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവർ മാട്ടിക്കാരല്ല,
വരാത്തത് കൊണ്ട് അവരെ നമുക്ക് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഇവിടെ നമുക്ക് മാട്ടിൽ കുടുംബം എവിടുന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത് പഠിക്കലെന്ന് വളരെ അപൂർവങ്ങളുമായി മാത്രം ചിന്തിക്കുന്ന ഒരു അനുഭവമാണ്. ഒരാളുടെ കുടുംബം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല എന്നുള്ളത് ഞങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ശ്രദ്ധിക്കാൻ. ഐദുർപ്പാപ്പ മാട്ടിൽ താമസിച്ചു. അങ്ങനെ മാട്ടിൽ കുടുംബം അവിടെ 2 കല്യാണം കഴിച്ചു. അവര് 2 ഭാര്യമാരിലായിട്ട് 12 മക്കളുണ്ടായി. ഐദുർപ്പാപ്പ മാട്ടിൽ എന്ന സ്ഥലത്ത് താമസിച്ചു. 2 ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിൽ 12 മക്കളുണ്ടായി. 10 ആൺമക്കളും 2 പെൺമക്കളുമാണ് അതിലുണ്ടായത്. ആ 10 പെൺമക്കളുടെ മക്കളാണ് ഇന്ന് മാട്ടിൽ കുടുംബം, 10 ആൺമക്കളുടെ മക്കളാണ് ഇന്ന് മാട്ടിൽ കുടുംബം എന്ന പേരിൽ ഈ ഇരിക്കുന്ന എല്ലാവരും. ഇനി നമുക്ക് ഒരുപാട് പേര് വരാനുണ്ട്. ഒരു 25% ആൾക്കാർ ഇവിടെ എത്താത്തതുണ്ട്. 75% ആൾക്കാർ മാത്രമേ നമ്മുടെ സദസ്സിൽ എത്തിയിട്ടുള്ളൂ. ഒരു 25% ആൾക്കാർ പല കാരണങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. ഒരു 30-ലധികം കുട്ടികൾ നമുക്ക് വിദേശത്തുമാണ്. അതിന്റെ കുറവ് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഈ 10 മക്കളിൽ 10 പേരിൽ നിന്നുണ്ടായവരാണ് നമ്മൾ. ഈ 10 മക്കളിൽ നിന്നുണ്ടായ കുടുംബം എവിടെയൊക്കെ താമസിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വയനാട് ഭാഗത്ത് ബത്തേരി, കൽപ്പറ്റ. ഈ 10 ആൺമക്കളിൽ നിന്നുണ്ടായ കുടുംബം എവിടെയൊക്കെ താമസിക്കുന്നു എന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, എപ്പം വൈക്ക് തരും. ബത്തേരി, കൽപ്പറ്റ മുതലായ ഭാഗത്ത് താമസിക്കുന്നുണ്ട് നമ്മുടെ മാട്ടിൽ കുടുംബം. അതുപോലെ തന്നെ അരികോട്, ചമ്പ്രക്കാട്ടൂര്, വടക്കുമുറി ഈ 2 സ്ഥലങ്ങളിൽ മാട്ടിൽ കുടുംബക്കാർ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരൂര്, ഓമാനൂര് ഇതൊക്കെ അടുത്ത പ്രദേശങ്ങളാണ്. അരൂര് ഒരു 6 കിലോമീറ്റർ പോയാലെത്തും. ഓമാനൂര് 2 കിലോമീറ്റർ പോയാലെത്തും താമസിക്കുന്നുണ്ട്. ചീക്കോട് ഒരു 5-6 കിലോമീറ്റർ 5-8 കിലോമീറ്റർ പോയാലെത്തും. ചീക്കോട് താമസിക്കുന്നുണ്ട്. ഒളവട്ടൂര് 4 കിലോമീറ്റർ 5 കിലോമീറ്ററിൽ പരിധിയിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒളവട്ടൂരിൽ താമസിക്കുന്നുണ്ട്. മുണ്ടക്കുളം 1 കിലോമീറ്റർ പോയിന്റിലാണ്, മുണ്ടക്കുളത്ത് താമസിക്കുന്നുണ്ട്. മുണ്ടിലാക്കൽ 5 കിലോമീറ്റർ പോയിന്റാണ്, അവിടെ താമസിക്കുന്നുണ്ട്. വലിയ പറമ്പ് ഒരു 4-5 കിലോമീറ്റർ പോയിന്റാണ്, അവിടെ താമസിക്കുന്നുണ്ട്. മുതുപറമ്പ് 1 കിലോമീറ്റർ അടുത്താണ് നമ്മുടെ പരുതക്കാട്ടിൽ നിന്നും, അവിടെ മാട്ടിൽ കുടുംബം താമസിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കടവ് എന്ന പ്രദേശത്തും മാട്ടിൽ കുടുംബം താമസിക്കുന്നു. ഏകദേശ സ്ഥലങ്ങളിലൊക്കെ പോയാൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒരു മാട്ടിൽ കുടുംബക്കാരൻ ഉണ്ടായിരിക്കും. ഡയറക്ടറി മറിച്ചു നോക്കിയാൽ ആ രാജ്യത്തുള്ള മാട്ടിൽ കുടുംബക്കാരന്റെ, നിങ്ങൾക്ക് അബ്ദുറഹ്മാൻ മാസ്റ്റർ പറഞ്ഞ പ്രകാരം പുസ്തകം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പുസ്തകം മറിച്ചു നോക്കിയാൽ ആ നാട്ടിലുള്ള എവിടെ നമ്മൾ എത്തിപ്പെട്ടാൽ ആ നാട്ടിലുള്ള മാട്ടിൽ കുടുംബക്കാരന്റെ വീടും ഫോൺ നമ്പർ ലഭ്യമായത്, ഫോൺ നമ്പറും മറ്റ് വഴികളും എല്ലാം അതിലുണ്ടാവും. ആ ഡയറക്ടറിയിലുണ്ട്. അതെങ്ങനെ വായിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും ആ പുസ്തകത്തിൽ ഇട്ടിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മനസ്സിലാക്കി തരും. അതുണ്ട്. സംശയ നിവാരണത്തിനുള്ള ഫോൺ നമ്പർ ആ പുസ്തകത്തിലുണ്ട്. അതിൽ കൂടി ബന്ധപ്പെട്ടാൽ സംശയം നിർവഹിച്ചു തരും. ഇതാണ് മാട്ടിൽ കുടുംബത്തിന്റെ ആമുഖം. മാട്ടിൽ കുടുംബത്തിന്റെ സിൽസിലയിലേക്ക് പ്രവേശിക്കുക. 12 ഉപ്പാപ്പമാരിൽ കൂടി നമ്മുടെ ഏത് ഭാഗമാണ് ബത്തേരി, ഏത് ഉപ്പാപ്പമാരിൽ കൂടിയിട്ടുള്ള ആളാണ് ഉളവട്ടൂര്, ഏത് ഉപ്പാപ്പമാരിൽ കൂടിയിട്ടുള്ള ആൾക്കാരാണ് പരതക്കാട് എന്നുള്ളത് ഞാൻ വായിക്കാൻ പോവുകയാണ്. ഇത് വൈക്കുവഴി ഞങ്ങൾ ആദ്യമായിട്ട് ഇറക്കിയ ഒരു സിൽസിലയാണ്. ഇത് വളരെ വ്യക്തമായിട്ട് പുതിയ ഡയറക്ടറിയിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള സിൽസില അതിലുണ്ട്. അതിന് മനസ്സിലാക്കാം. ഇത് എക്സാമ്പിൾ പ്രൂഫ് ഇറക്കിയതാണ് ഫസ്റ്റ് തന്നെ. ഇതില് ഇന്നത്തെ പുതിയ തലമുറ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, നമ്മുടെ
ഒന്നാം തലമുറയിൽ 12 പേരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെയൊക്കെ ഞാൻ അടക്കമുള്ള ആൾക്കാര് 3-ാം തലമുറക്കാരാണ്. ഈ 3-ാം തലമുറയിൽ 67 പേരാണ്. നമുക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറ സോറി 4-ാം തലമുറയിലാണ് 67 പേര്. കാരണം ചെറിയ പിഴവുകൾ വരും. അത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ചെറിയ പിഴവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ തന്നെ തിരുത്താൻ എൻ്റെ അടുത്ത് തിരുത്താൻ പറ്റാത്തത് നിങ്ങൾ തിരുത്തണം. 3-ാം തലമുറയിൽ 14 ആൾക്കാരെ ഇപ്പൊ ജീവിച്ചിരിക്കുള്ളൂ. 1-ാം തലമുറ ഐദുർപ്പാപ്പ മരിച്ചുപോയി, 2-ാം തലമുറ മരിച്ചുപോയി, മുഴുവനും 12 ആളും മരിച്ചുപോയി. 3-ാം തലമുറയിൽ ഇന്ന് 14 ആൾക്കാർ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. അതിൽ 4 പുരുഷന്മാര്. ആ 4 ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. 14 പേരാണ് ജീവിച്ചിരിക്കുന്നത്. അതിൽ 4 പേരാണ് ഈ തലമുറയിൽപ്പെട്ട എളാപ്പമാരാണ്. ഇത് 14 പേരിൽ 4 ആണുങ്ങളാണ് ജീവിച്ചിരിക്കുന്നത്. അത് ഒന്ന് മൊയ്തീൻ മുസ്ലിയാർ മകൻ, അത്ര പിന്നെ പരിചയപ്പെടുത്തു. ഇപ്പൊ നേരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മൊയ്തീൻ മുസ്ലിയാർ മകൻ MC അലവിക്കുട്ടി ഹാജി. ഇദ്ദേഹമാണ് നമുക്ക് ഈ കണ്ണികൾ അഥവാ സിൽസില എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അറിയില്ല. സിൽസില എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കണ്ണികൾ അഥവാ ഇതിന്റെ വഴിക്കോഴിയായിട്ട് ഇവരെ വിദ്യുടർച്ചാവകാശം മക്കളിൽ പോരുന്ന ആ ഏർപ്പാടിനാണ് സിൽസില എന്ന് അറിയപ്പെടുന്നത്. അത് ഏകദേശം 99% നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ എളാപ്പ MC അലവിക്കുട്ടി ഹാജിയാണ്. വേറെയുള്ള ആൾക്കാർക്കൊന്നും ഈ കാര്യത്തിൽ മെമ്മറി അത്ര കൂടുതലില്ല. അദ്ദേഹത്തിന്റെ ഒരൊറ്റ ശ്രമം, അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ കൂടി മാത്രമാണ് നമ്മുടെ ഈ മാട്ടിൻ കുടുംബത്തിന്റെ ഏകദേശ രൂപം നമ്മളിവിടെ ഇപ്പോൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. വേറെ ഒരാളാണ് മമ്മദിശ മകൻ കുട്ടിരായി. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ്. പിന്നെ MC അലൂട്ടിളാപ്പാന്റെ അനുജൻ ഒരു അയമുട്ടി എളപ്പയാണ് ബേക്കിലിരിക്കുന്നത്. അദ്ദേഹവും ഈ 14-ൽപ്പെട്ട ഒരു അംഗമാണ്. അലവി എന്നവരെ മകൻ വീരാൻ എളാപ്പയാണ് ഈ ഇരിക്കുന്നത്. അദ്ദേഹവും ഈ 4-ൽപ്പെട്ട അംഗമാണ്. ഈ 4 ആളെ നമുക്ക് എളാപ്പാരായിട്ട് ഈ തലമുറയിൽ അതായത് 2-ാം തലമുറയിൽ 3-ാം തലമുറയിൽ ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ളൂ. ബാക്കി 10 പേര് സ്ത്രീകളാണ്. 10 പേര് സ്ത്രീകളുണ്ട്. ഒന്ന് പാത്തുമുണ്ടി ഒളവട്ടൂര്, അവരെ പേര് വായിക്കാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പാത്തുമുണ്ടി ഒളവട്ടൂരിൽ താമസിക്കുന്നു ഖദീജ വെണ്ണാത്തൊടി അഥവാ കക്കോട്ടുപാറ KP മേമാജിയുടെ ഉമ്മ. മമ്മാത്തു ഓമാനൂരിൽ താമസിക്കുന്നു. ആമിന ഒളവട്ടൂരിൽ താമസിക്കുന്നു. കുഞ്ഞാത്തുമ്മ പരതക്കാട് താമസിക്കുന്നു. മമ്മാത്തു തവനൂര് താമസിക്കുന്നു. പാത്തുമുണ്ണി മുതുപറമ്പ് താമസിക്കുന്നു. നഫീസ പറപ്പൂര് താമസിക്കുന്നു. ആമിന അമ്പലക്കണ്ടി, പാത്തുമ്മ എക്കാപ്പറമ്പ്. ഇത്രയും ആൾക്കാരാണ് ആ തലമുറയിൽ 14 പേരാണ് ആ തലമുറയിൽ ജീവിച്ചിരിക്കുന്നവർ. ഇനി ഞാൻ പരിചയപ്പെടുത്തലിലേക്ക് പ്രവേശിക്കുകയാണ്. ഐദറുപ്പാപ്പാന്റെ 12 മക്കളിൽ ഒരാളാണ് മൊയ്തീൻ. ഇവിടെയുള്ള ഈ രേഖകൾ വൈക്കോയി ഞാൻ വായിക്കുകയാണ്. 12 മക്കളിൽ ഒരാളാണ് മൊയ്തീൻ. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു പ്രധാന വിഷയം പറയാനുള്ളത്, ഈ ഐദറു എന്നുള്ള പേര്, ഐദറുപ്പാപ്പയാണ് ഇപ്പൊ നമ്മുടെ പാപ്പ. ഈ ഐദറു എന്നുള്ള പേര് നമ്മുടെ ആണുങ്ങളുടെ ഇന്ന് ലാസ്റ്റ് അവസാനത്തെ തലമുറ പറഞ്ഞാൽ ഇപ്പൊ 7-ാം തലമുറയിൽ കിട്ടാൻ പ്രയാസമാണ്. ഏകദേശം സ്ത്രീകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? 4 ആൾ. ഈ 10 ആളെ കൂട്ടത്തിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം.
10 പേരുടെ കൂട്ടത്തിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നിൽക്കണം. ഈ 14 പേരെ ഒന്ന് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തണം എന്നുള്ള സദസ്സിൽ നിന്നുള്ള ആവശ്യപ്രകാരം സ്ത്രീകളെ ഞങ്ങൾ പ്രത്യേക കസേരയിൽ ഇരുത്തുകയാണ്. ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോഴും ആ ആള് നിൽക്കും. ഈ 3ാം തലമുറയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 14 പേര് സ്ത്രീകൾ, ഇന്നിവിടെ എത്തിപ്പെട്ട സ്ത്രീകളെ ഞങ്ങൾ പ്രത്യേകം ഇരുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ സദസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇത് തന്നെയാണ് പരിചയപ്പെടല്. ഇതാണ് ഇതിൻ്റെ നമ്മുടെ കുടുംബ സംഗമത്തിന്റെ പ്രധാന ഉദ്ദേശവും ഇത് തന്നെയാണ്. അലവിക്കുട്ടി ഹാജി, മൊയ്തീൻ മുസ്ലിയാർ മകൻ അലവിക്കുട്ടി ഹാജി, മാട്ടിൽ ചാക്കുംതൊടി മൊയ്തീൻ മുസ്ലിയാർ മകൻ അലവിക്കുട്ടി ഹാജി. മനസ്സിലായല്ലോ? മാട്ടിൽ പാലാട്ടിയിൽ മമ്മദിശ മകൻ കുട്ടിരായി, മാട്ടിൽ പാലാട്ടിൽ മമ്മദിശ മകൻ കുട്ടിരായി, മാട്ടിൽ മൊയ്തീൻ മുസ്ലിയാർ മകൻ അയമുട്ടി മുസ്ലിയാർ, മാട്ടിൽ അലവിപ്പാപ്പ മകൻ വീരാനാജി. ഇനി സ്ത്രീകൾ ഇവിടെ ഉള്ള ആൾക്കാർ പേര് വിളിക്കുമ്പോൾ നിൽക്കണം. പാത്തുമുണ്ണി ഉളവിട്ടൂര്, ആലിപ്പാപ്പാന്റെ മകൾ പാത്തുമുണ്ണി ഉളവിട്ടൂര്. കക്കോട്ടുപാറന്റെ അമ്മ ഖദീജ വെണ്ണാത്തൊടി. ഒന്ന് കെ പി മമാജിന്റെ അമ്മ ഖദീജ വെണ്ണാത്തൊടി. കുട്ടനാളാപ്പന്റെ മകൾ ആമിന ഉളവിട്ടൂര് കുട്ടനാളാപ്പന്റെ മകളാണ്. മമ്പൈശ മകൻ ആമിന ഉളവിട്ടൂര പറഞ്ഞു. അതുപോലെ മമ്മൈശ മകൾ കുഞ്ഞാത്തുമ്മ, കുട്ടനാളാപ്പന്റെ മകള്. മമ്മദിശ മകൾ കുഞ്ഞാത്തുമ്മ. മൊയ്തീൻ മുസ്ലിയാർ മകൾ മമ്മാത്തു തവനൂര്, അൽവിക്കുട്ടാജിന്റെ പങ്ങള്. പാത്തുമുണ്ണി മുതുപറമ്പ്, അൽവിക്കുട്ടാജിന്റെ അൽമുട്ട് ഉസ്താദിന്റെ ഒക്കെ പങ്ങള്. മൊയ്തീൻ മുസ്ലിയാർ മകൾ പാത്തുമുണ്ണി മുതുപറമ്പ്. മതി. ഇനി അലവിപ്പാപ്പ മകൾ നഫീസ പറപ്പൂര്, വീരാണളാപ്പാന്റെ ഈ ഇതിൽപ്പെട്ട വീരാണളാപ്പാന്റെ പങ്ങള് അഞ്ചെത്തി. രണ്ടാമത് അലവിപ്പാപ്പാന്റെ മകൾ ആമിന അമ്പലക്കണ്ടി, വീരാണളാപ്പാന്റെ പങ്ങൾ തന്നെ. ആമിന അമ്പലക്കണ്ടി. പാത്തുമ്മ എക്കാപ്പറമ്പ്, അലവിപ്പാപ്പാന്റെ മകൾ പാത്തുമ്മ എക്കാപ്പറമ്പ്. സ്ഥലത്തുണ്ടോ? അപ്പൊ ഇവിടെ എത്തിയ ആൾക്കാരെ 14 പേരിൽ നിന്ന് ഇവിടെ എത്തിയ ആൾക്കാരെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഈ കണ്ണികളിൽ എതിലാണ് പോയത് എന്നുള്ള റൂട്ട് നമുക്ക് പരിശോധിക്കാം. ഇത് രേഖയിൽ അടയാളപ്പെടുത്തിയ മൊയ്തീൻ എന്ന ആളുടെ മക്കൾ 7 പേരാണ്. 7 പേരാണ് അവരുടെ മക്കൾ. അതിൽ ബിജാത്ത കൊട്ടപ്പുറം മാച്ച പറപ്പൂര് വിളയിൽ കുഞ്ഞാത്തുമ്മ പരതക്കാട് താമസിച്ച് മരിച്ചുപോയി. ഉണ്ണിപ്പാത്തുമ്മ പുലിയോടൻ, അതും പുലിയോടൻ അല്ല, മാട്ടിലാണ്, ഇവിടെ താമസിച്ച് മരിച്ചുപോയി. മമ്മാത്തു വിളയിലേക്ക് കെട്ടിച്ചു മരിച്ചുപോയി. ഈ പെങ്ങന്മാരെല്ലാം മരിച്ചുപോയി, അവരെല്ലാം മരിച്ചുപോയി. അതിൽ 2 ആണുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഐദറു ചമ്രക്കാട്ടൂർ, ഒന്ന് വീരാമല്ല പരതക്കാട്. ഐദറു ചമ്രക്കാട്ടൂര് പോയി താമസിച്ച് അവിടെ ഫാമിലി സെറ്റിലായി, അതായത് അവിടെ കുടുംബം ഉണ്ടായതാണ്. അദ്ദേഹത്തിന്റെ മക്കളാണ് മൊയ്തീൻ വയനാട്, ആമിന, മൊയ്തീൻ, ഐദറും, മമ്മൂട്ടി, ബിജാത്തും. ഇതിൽ മൊയ്തീൻ വയനാട് കൽപ്പറ്റയിൽ പോയി താമസിച്ചാണ്. ഈ മൊയ്തീൻ എന്ന ആളുടെ മക്കള്, മൊയ്തീൻ എന്ന ആളുടെ മക്കൾ ഈ സദസ്സിലുണ്ട്. ഞാൻ പേര് പറയുമ്പോൾ ഓരോരുത്തരായി നിൽക്കണം. ഒന്ന് ഹൈദർ അലി.
ഹൈദരലിന്റെ മകൻ ഒന്ന് നിൽക്കണം. ഹൈദരലിന്റെ മക്കൾ ഉണ്ടെങ്കിൽ അവരും നിൽക്കണം. ഒന്ന് കയ്യൊന്നിക്ക്. ഹൈദരലിന്റെ പെൺമക്കൾ ആരെങ്കിലും ഈ സ്ഥലത്തുണ്ടെങ്കിൽ ഒന്ന് നിന്ന് കയ്യൊന്നിക്കണം. ഹൈദരലിന്റെ പെൺമക്കൾ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഇല്ല. നെക്സ്റ്റ് റാഷിദ്. അത് റാഷിദാണ്. നിങ്ങൾക്ക് കൂടി പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ടി വിയിൽ വാർത്തയൊക്കെ വായിക്കുന്ന ആളാണ്. സൂര്യ ടി വി തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അങ്ങനെയും കൂടി അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുകയാണ്. റാഷിദ് ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ നിന്നാലും നിങ്ങൾ കാണാൻ പ്രയാസമാണ്. നേരത്തെ ഒരു പാട്ട് അരിപ്പവും തിരുപ്പവും പാട്ട് പാടിയ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയാണ് അവൻ്റെ കുട്ടി. പിന്നെ ആമിന സ്ഥലത്തുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, കൈ പൊന്തിക്കണം. ജമീല. ഇങ്ങനെ 4 പേരാണ് അദ്ദേഹത്തിനുള്ളത്. ഇനിയിപ്പോ മറ്റൊരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. വീരാമുല്ല പരതക്കാട്. അല്ല, മൊയ്തീൻ വയനാട്, ആമിന മൊയ്തീൻ. ഇനി ഇത് അതിൽ തന്നെ 2 ആൾക്കാരോടെ ഉണ്ട്. വയനാട് ആമിന ഉണ്ട്, മൊയ്തീൻ വയനാട്, പിന്നെ ആമിന മോൻതീൻ എന്നവരുണ്ട്. അരികോട് പോയി താമസിക്കണേ. അദ്ദേഹത്തിന്റെ മക്കൾ ആരും ഇവിടെ വന്നതായിട്ട് അറിയില്ല. ഉണ്ടോ? ആരോ ഒക്കെ മോദീൻ അരിക്കൂടെ. ഹൈദരാജി മരണപ്പെട്ടുപോയി. ഷൗക്കത്ത് വിദേശത്താണ്. ഷൗക്കത്തിന്റെ കുട്ടികൾ ആരെയും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിൽക്കണം. ഷൗക്കത്തിന്റെ കുട്ടികൾ നിൽക്കണം. ഷൗക്കത്തിന്റെ കുട്ടികൾ ഇത് ഇവിടെ പരതക്കാട്ടുനിന്ന് കൊല്ലച്ചോൽക്കെന്ന് കെട്ടിക്കൊണ്ടതാണ്. ഷൗക്കത്ത് കല്യാണം കഴിച്ചത് ഇവിടെ നിന്നാണ്. അങ്ങനെ ബന്ധുടിയുണ്ട്. കാരപറമ്പ് കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. പിന്നെ മുഹമ്മദ് അലി എടവണപ്പറന്ന് കല്യാണം കഴിച്ചാണ്. അദ്ദേഹത്തിന്റെ കുട്ടികൾ ഉണ്ടെങ്കിൽ നിൽക്കണം. മുഹമ്മദ് അലി അകാല മരണം സംഭവിച്ച വ്യക്തിയാണ്. പിന്നെ ബഷീർ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിൽക്കണോ? ഇല്ല. ബഷീറിന്റെ മക്കൾ ആരെങ്കിലും സ്ഥലത്ത് വന്നിട്ടുണ്ടോ? ഇല്ല. അസ്മാബി സ്ഥലത്ത് വന്നിട്ടുണ്ടോ? ബഷീറിന്റെ പെങ്ങൾ അസ്മാബി? ഇല്ല. റസിയ വന്നിട്ടുണ്ടോ? പെങ്ങൾ റസിയ? നോ. ജമീല, അബ്ദുൽ നാസർ, ഷൗബാനത്ത് മോദീൻ എന്നവരുടെ മകൻ ആബിദ്. പിന്നെ ഐദർ അരീക്കോട്, അതിൽപ്പെട്ട ഒരു മകനാണ് ഐദർ അരീക്കോട്. ഐദർ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ മൻസൂർ മാസ്റ്റർ വടക്കുംമുറി. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ ക്ലാസ് എടുത്ത് മൻസൂർ മാസ്റ്റർ കുട്ടികളൊന്നും നിന്ന്. മൻസൂർ മാസ്റ്റർ കുട്ടികൾ. മൻസൂർ മാസ്റ്റർ പേരെന്താ? അപ്പം പോയി കൊടുക്കുമോനെ. പേര് ഹിദാനി. ഇനി മൻസൂർ മാർക്ക് മറ്റു കുട്ടികളുണ്ടോ? ചെറിയ കുട്ടിയാ. മൻസൂർ മാസ്റ്റർ കുട്ടികള് എന്താണ് പറയ്, പേര് പറയ്, മൈക്കൊടുക്ക്. സക്കീർ പെരുമ്പറമ്പ്. കൈ കാണിക്കുന്ന ആളാണ്. പച്ച ഷർട്ടിട്ടാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ ഉപ്പാമാരിൽപ്പെട്ട വ്യക്തികളാണ്. സക്കീറിന്റെ കുട്ടികൾ ആരെയും കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് നീക്കണം, പെട്ടെന്ന് കൈ പൂക്കണം. മൻസൂർ മാസ്റ്റർ അഞ്ചനാണ്. ഐദർ മകൻ സഫറുള്ള അരികോട് താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാര്യമാരത്തിന് കൂടെയുള്ള ഭാര്യ ഉണ്ടോ? ഭാര്യ ഉണ്ടോ? പെൺകുട്ടികളുണ്ടെങ്കിൽ എണീറ്റിരിക്കണം. ഇല്ല. സഫിയ, മകൾ സഫിയ. ഐദർ മകൾ സഫിയ ഉണ്ടോ? ഇല്ല. സനിയ ഇല്ല. മുജീബുർ റഹ്മാൻ ഉറങ്ങാട്ടിരി. ഇല്ല. അപ്പൊ ഒരാളായി. മൊയ്തീൻ പാപ്പന്റെ മക്കളെ പരമ്പര ഐദുർ ചമറക്കാട്ടൂര്,
എന്ന ആളുടെ മക്കളുടെ അത് തീർന്നിരിക്കുകയാണ്. ഇനി രണ്ടാമത് വീരാമല്ല മമ്മൂട്ടിന്റെ മക്കൾ. മമ്മൂട്ടി മരിച്ചുപോയി. മമ്മൂട്ടി പെരുമ്പാവൂർ താമസിക്കുന്ന മമ്മൂട്ടിന്റെ മക്കൾ ആ വെള്ള ഷർട്ടും ആ കാപ്പി കളറുള്ള ഷർട്ടുള്ള രണ്ട് വ്യക്തികളെ പരിചയപ്പെട്ടോളൂ. ഹൈദർ ചമ്മൽക്കാട്ടൂര് മകൻ മമ്മൂട്ടിന്റെ മക്കൾ. മമ്മൂട്ടിന്റെ പേര് മക്കളുടെ പേരെന്താ? മോനെ മൈക്ക് കൊടുക്ക്. ഷാഹിദ്. അവിടെ കൊടുക്ക്. അലി റാഷിദ്. മമ്മൂട്ടിന്റെ മക്കൾ. മമ്മൂട്ടി മരിച്ചുപോയി. സുലമുസ്ലാം പെരുമ്പറമ്പിൽ സുലമുസ്ലാം അറബി കോളേജിന്റെ താമസം. ബിയ്യാത്തു എന്ന ഒരു കുട്ടി മകൾ ജീവിച്ചിരിപ്പുണ്ട്. അത് ഇവിടെ സുഖമില്ലാത്തതുകൊണ്ട് സ്ഥലത്തെത്തിക്കില്ല. പൊട്ടപ്പുറത്തേക്കാണ് കെട്ടിച്ചത്. അതോടുകൂടി അത് നിർത്താണ്. ഇനി വീരാന്മല്ല മക്കളാ. ഒന്ന് മുഹമ്മദ്, ഞാൻ തന്നെ. എന്റെ കുട്ടികള് ഫിറോസ് മുഹമ്മദ് വിദേശത്താണ്. ജസീന മുഹമ്മദ് സ്ഥലത്തുണ്ട്. ഇവിടെ മുഹമ്മദിലേക്കാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. പിന്നെ ഫവാസ് മുഹമ്മദ്. ഓക്കെ. രണ്ടാമത് ആമിന, ഒരു പങ്ങളാണ്. എത്തിയില്ലല്ലോ. അബ്ദുറഹ്മാന്റെ മക്കള് അഫ്നാസ് ഒന്നാം കുട്ടി. പെട്ടെന്ന് വായിക്കും, മക്കളെ വായിക്കും. മക്കളെ അഫ്നാസ് അല്ല, വായിക്കല്ല, അവിടുന്ന് പറയണം. അവിടെ നിന്നാ മതി, വായിക്കണ്ട. വായിക്കാൻ ഇല്ല. രണ്ടു കുട്ടികൾ അവിടെ ഉണ്ട്. രണ്ടു കുട്ടികളും. നെക്സ്റ്റ് ഖദീജ, ഒരു പങ്ങളാണ്. ഒന്ന് എഴുന്നേറ്റേക്കണം. ഖദീജ തറയിട്ടാൾക്ക് വിവാഹം കഴിച്ചത്. തറയിട്ടാൾ പുല്യത്തൊട്ടി കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചിട്ടുണ്ട്. കഴിയുന്നുണ്ട്. ഖദീജ. പിന്നെ ഫാത്തിമ ബാബുവിന് വിവാഹം കഴിച്ച ഫാത്തിമ ഒന്ന് നിൽക്കണം. മൊയ്തീൻകുട്ടി വാക്കവി. അതിന്റെ കുട്ടികളെ കൂട്ടത്തിൽ കുട്ടികൾ നിൽക്കണം. ജലാൽ കുഞ്ഞു. പിന്നെ പെൺകുട്ടികളെ അസീന, നസീബ അതിലെ സൈനുദ്ദീൻ ബാക്കവി. സൈനുദ്ദീൻ ബാക്കവിന്റെ കുട്ടികൾ പെട്ടെന്ന് നിൽക്കണം. എന്റെ ഒരു പങ്കളെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ക്ഷമ ചോദിക്കുന്നു. നഫീസ മുണ്ടക്കൽ. ചുരുക്കി പറയാം, നമ്മുടെ ഹൈദർ പാപ്പാക്ക് 12 മക്കളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ആൾ മൊയ്തീൻ എന്നുള്ളവരുടെ മക്കളെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഏകദേശം എല്ലാം വായിച്ചു തന്നു. ഇവരില് 2 ആണുങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഹൈദ്രു, അവർ ചെമ്പ്രകാട്ടൂരിലേക്ക് പോയി. അവരുടെ മക്കൾ അവിടെ പരിസരങ്ങളിൽ താമസിക്കുന്നുണ്ട്. അതിലൊരു മകൻ വയനാട്ടിലേക്ക് പോയി. അവർ തിരുനെല്ലിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. റാഷിദ്, ഹൈദരലി തുടങ്ങിയ ആളുകൾ. ബാക്കിയുള്ള ആളുകൾ ചെമ്പ്രകാട്ടൂർ താമസിക്കുന്നുണ്ട്. രണ്ടാമതാണ് വീരാമല്ല എന്ന് പറയുന്ന ആളായിരുന്നു ബാപ്പുവിന്റെ ഒക്കെ ബാപ്പ. അവര് കുടുംബസഹിതം ഇവിടെ പരതക്കാട് ഈ ഭാഗങ്ങളിലായിട്ട് അവര് താമസിക്കുന്നുണ്ട് എന്നുള്ള ചുരുക്ക വിവരം നിങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. അടുത്ത സംശയമാക്കില്ലേ? കുട്ടിയാൽ ബാപ്പ മകൻ ഹൈദറു, അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് സുഖമില്ലാതെ പോടെ കിടക്കുകയാണ്. നേരത്തെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിട്ട് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പെങ്ങൾ പാത്തുമ്മ സ്ഥലത്തുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. പെങ്ങൾ പാത്തുമ്മ സ്ഥലത്തുണ്ടെങ്കിൽ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ മക്കളെ പരിചയപ്പെടുത്തി. മുഹമ്മദിന്റെ മക്കൾ ആരാ ഉള്ളത്? മക്കൾ എത്തിയിട്ടുണ്ടോ? മക്കളാരും ഇവിടെ ഉണ്ടോ? ഒരു കുട്ടി ഇവിടെ ഒരു കുട്ടിയാണ്. രണ്ടാമത്തെ ഒരു പെൺകുട്ടികൾ ഒരു കുട്ടി. ഇതിലും ഒരു കുട്ടിക്ക് അസുഖം ഉള്ള ആളാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കുടുംബമാണ് നമ്മുടെ ഫാമിലിയിൽപ്പെട്ട പാത്തുമ്മ. മൊമ്മയുടെ പെങ്ങൾ, അതായത് ഹൈദർ മുസ്താഫാന്റെ മകൾ പാത്തുമ്മ സ്ഥലത്തുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അലീമ ഇവിടെ ഒന്ന് കയ്യൊന്ന് തിരിച്ചു കൊടുക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. വെറുതെ നിൽക്കാൻ പലരും നിൽക്കണ്ടേ. അലീമ. ഖദീസ, ആയിഷ. ഇനി കൽപ്പറ്റ ഉലുവാം മൊയ്തീൻ, വയനാട്ടിൽ പോയി താമസിച്ച ഉലുവാം മൊയ്തീൻ എന്ന ഹൈദർ പാപ്പാന്റെ മകന്റെ
ഉലുവ മൊയ്തീൻ എന്നവരുടെ മക്കളെ ആമിന, ഖദീസ, മൊയ്തീൻകുട്ടി, ആച്ചുമ, കുഞ്ഞാലൻ, മുഹമ്മദ് മങ്ങാട്ടുമുട്ടി. ഒന്ന് ആമിന. ആമിന ഈ ആമിന മക്കളല്ല, ആമിന മക്കളാണ് ഇപ്പൊ ചെറിയാപ്പാജി ഒക്കെ. ചെറിയാപ്പാജി ഇതിൽ പ്രത്യേകത ഉണ്ട്. ഈ ആമിന എന്നുള്ളത് മാട്ടുകാർത്തിയാണ്, ഉലുവാൻ മൊയ്തീൻ മകൾ ആണ്. ഈ ആമിന എന്നവരെയാണ് മൂസ ഹാജി എന്ന ചെറിയാപ്പാജിന്റെ വാപ്പ കല്യാണം കഴിച്ചത്. ഇത് രണ്ട് ഭാഗത്തു കൂടി മാട്ടു കുടുംബമാണ്. രണ്ട് ഭാഗത്തു കൂടി മാട്ടു കുടുംബമാണ്. ഉമ്മയും മാട്ടുകാരത്തിയാണ്, വാപ്പയും മാട്ടുകാരത്തിയാണ്. മൊയ്തീൻകുട്ടിന്റെ മക്കള് ആയിഷ സ്ഥലത്തുണ്ടെങ്കിൽ നിൽക്കണം. ആയിഷ കൽപ്പറ്റ, കൽപ്പറ്റ. ആയിഷ കൽപ്പറ്റ. ഖദീസ കൽപ്പറ്റ. ഖദീസ ഇല്ല. പിന്നെ അലവി. ഇദ്ദേഹത്തിന് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നതാണ്. ഇദ്ദേഹം വയനാട്ടിൽ നമ്മൾ മാട്ടുകാരനാണെന്ന് മാത്രമല്ല, അദ്ദേഹം കർഷക സ്ത്രീയാണ്. അവിടെ പ്രത്യേകത ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു മകൻ ഉണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. മിസ്റ്റർ വയനാട് മകൻ. അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. മറ്റു മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. മറ്റു മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. അലവിന്റെ മറ്റു മക്കളുണ്ടെങ്കിൽ എഴുന്നേറ്റ് എടുക്കണം, നിൽക്കണം. അബൂബക്കർ. അതാ അബൂബക്കറും കുട്ടികളും. അഷ്റഫ് മരണപ്പെട്ടു. അബ്ദുൽ ലത്തീഫ് അല്ല, ഒന്ന് മുന്നോട്ട് കുറച്ച്. അലവി കുഞ്ഞാലിന്റെ മക്കൾ. അലവി, നാസർ, ആലി, ബഷീർ, ഖദീസ, ആമിന, നഫീസ. ഇത്രയും ആൾക്കാര്. അവരെ കുട്ടികളും ഒന്ന് മുന്നോട്ട് വന്നിക്കാം. നമ്മൾ വ്യക്തമായിട്ട് പിടിക്കാം. എന്നാൽ ഒറ്റയടിക്ക് കഴിയും കാര്യം. അലവി, നാസർ, ആലി, ബഷീർ, നഫീസ. രണ്ട് പെമ്മക്കളാണ് ഇങ്ങുള്ളത്. ഈ രണ്ട് പെമ്മക്കളെ ഭാഗത്തിൽ നിന്ന് നമ്മൾ കുഞ്ഞിപ്പാത്തുമ്മ ഉഗ്രപുരം എന്നുള്ള മകളുടെ ഭാഗത്തു കൂടെയാണ് ഉള്ള ഉമ്മാച്ച ഉഗ്രപുരത്തേക്ക് കെട്ടിച്ച ഉമ്മാച്ച എന്നവരുടെ മക്കളാണ് KC അബൂബക്കർ മൗലവി, കുഞ്ഞിരുമ്മ, അതിൽ KC അബൂബക്കർ മൗലവിന്റെ മകനാണ് നഇമത്തുള്ള. അദ്ദേഹമാണ് ഇന്ന് ഇവിടെ സംസാരിച്ചത്, നമ്മോട് സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൈദർ ബാബാക്ക് 12 മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓരോ മക്കളെയും വിളിച്ച് അവരുടെ സന്താന പരമ്പര ഇവിടെ നമ്മൾ പരിചയപ്പെടുകയാണ്. ആ 12 മക്കളിൽ 2 വല്യമ്മമായ 2 ആള് സ്ത്രീകളായിരുന്നു, വനിതകളായിരുന്നു. 10 ആണുങ്ങളും 2 പെണ്ണുമായിരുന്നു. നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യമാണ്. ഒരു ആള് കുഞ്ഞാത്തുമ്മ എന്ന് പറയുന്നു. ഒരാൾ നമ്മുടെ ആ ഉമ്മയെ വിവാഹം ചെയ്ത് അയച്ചത് ഇവിടെ പാറപ്പള്ളിയാടി എന്നുള്ള ഭാഗത്തേക്കാണ് അവരെ വിവാഹം ചെയ്ത് അയച്ചത്. അവരുടെ മക്കളുടെ മക്കള് ഇന്ന് അവിടെ താമസിക്കുന്നുണ്ട്. അവരിവിടെ ഹാജരായിട്ടുണ്ട്. അതായത് കുഞ്ഞാലൻ, ഇബ്രാഹിം കുട്ടി തുടങ്ങിയ ആളുകളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അവരിൽപ്പെട്ട കുഞ്ഞാലൻ എന്ന് പറയുന്ന ആള് ഇവിടെ ഹാജരായിട്ടുണ്ട്. നമ്മുടെ ആ വല്യമ്മയുടെ മകന്റെ മകനാണ്. കുഞ്ഞാലൻ, ഇബ്രാഹിം കുട്ടി എന്നീ 2 ആളുകൾ ഇവിടെ ഹാജരായിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വല്യമ്മയുടെ 12 മക്കളിൽ 2 വനിതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ മക്കളെ കുഞ്ഞാത്തുമ്മ എന്ന് പറയുന്ന ആളുടെ മക്കളുടെ മക്കളാണ് കുഞ്ഞാലൻ, ഇബ്രാഹിം കുട്ടി എന്നിവരാണ് നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരാള് കുഞ്ഞിപ്പാത്തു എന്ന് പറയുന്ന ആളായിരുന്നു. ആകെ 2 വനിതകളായിരുന്നു കുഞ്ഞിപ്പാത്തു എന്ന്. രണ്ടാമത്തെ ആള് കുഞ്ഞിപ്പാത്തു അരീകോട് ഉഗ്രപുരം ഭാഗത്തേക്ക് വിവാഹം ചെയ്ത് അയച്ചു. അവരിലുള്ള മക്കളുടെ മക്കൾ, അവരുടെ മക്കളായ KC നിയമത്തുള്ള, KC അഷ്റഫ് എന്നിവരൊക്കെ ഇവിടെ വന്നിരുന്നു. അവരെ നേരത്തെ നിങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ 2 വനിതകളാണ് നമ്മുടെ കുടുംബ പരമ്പരയിൽ ഉണ്ടായിരുന്നത്. ബാക്കി 10 പേരും പുരുഷന്മാരായിരുന്നു. അവരിൽ 3 പേരെ
പേരെ ഇവിടെ പരിചയപ്പെട്ടു. ഇനി ബാക്കിയുള്ള ആളുകളെ ഉടനെ ഇവിടെ പറയുന്നതാണ്. അപ്പൊ ആ 2 സ്ത്രീകളുടെ ഭാഗം മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആലി കുഞ്ഞിപ്പോക്കർ, പാലാട്ടിയിൽ കുഞ്ഞിപ്പോക്കർ മക്കളെയാണ് പരിചയപ്പെടുത്തുന്നത്. 6ാമത്തെ മോൻ ഈ ലിസ്റ്റിലുള്ള മമ്മാത്തു കണ്ണഞ്ചേരി, ഐദുറു പാലാട്ടിയിൽ, ആമിന ഉളവട്ടൂർ, ആയിഷ വായക്കാട്. ഈ 4 പേരാണ് അദ്ദേഹത്തിന്റെ മക്കളുണ്ടായിരുന്നത്. പാലാട്ടിയിൽ കുഞ്ഞിപ്പോക്കർ പാപ്പ എന്നിവരുടെ മക്കൾ മമ്മാത്തു ഓമാൻ കണ്ണഞ്ചേരി, ഐദുറു പാലാട്ടിയിൽ, ആമിന ഉളവട്ടൂർ, ആയിഷ വായക്കാട്. കൊല്ലം മരിച്ചുപോയി അല്ല, അത് വരട്ടെ. പിന്നെ ഐദുറു പാലാട്ടിയിൽ എന്നിവരെ മക്കളെയാണ് നമുക്ക് ഇനി കിട്ടേണ്ടി. അവരൊക്കെ ഒന്ന് മുന്നോട്ട് വരാം. കുഞ്ഞിപ്പോക്കർ, കുഞ്ഞിപ്പോക്കർ സ്ഥലത്തെത്തിയിട്ടില്ല. കുഞ്ഞിപ്പോക്കര മക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. കുഞ്ഞിപ്പോക്കര മക്കൾ ആരെങ്കിലും, അലവി, മുതുകുറമ്പ് താമസിക്കുന്ന അലവിയാണ് കുഞ്ഞിപ്പോക്കര മകൻ. കുഞ്ഞിപ്പോക്കര മക്കള് ആ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിപ്പോക്കര മക്കളും അവരുടെ മക്കളും പേര് ആ തലമുറയ്ക്ക് നമ്മളെ പേര് വരുന്നില്ല. കുഞ്ഞിപ്പോക്കര മക്കള് അവരുടെ മക്കൾ. ഇടയിൽ നിൽക്കുന്നവർ കൈ ഒന്നിച്ചു കൊടുക്കുക, എന്നാലേ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് അറിയുള്ളൂ. മുഹമ്മദ് എന്ന വാപ്പു കുട്ടികള് പെങ്ങന്മാരെ പറയണ്ടേ. അതുപോലെ തന്നെ പെങ്ങന്മാര് ഉണ്ണിപ്പാത്തുമ്മ, പാത്തുമ്മ, ആമിന, മറിയുമ്മ, ഖദീസ, ആയിഷ. എല്ലാവരും ഒന്ന് മുന്നോട്ട് വരണം. ഉണ്ണിപ്പാത്തുമ്മ, പാത്തുമ്മ, ആമിന, മറിയുമ്മ, ഖദീസ, ആയിഷ. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഓരോരുത്തരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹൈദർ പാപ്പയുടെ 12 മക്കൾ. ഇവിടെ 5 പേരെ പറഞ്ഞു. അതായത് ഹൈദർ പാപ്പക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, ഹൈദർ പാപ്പക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് പാത്തുമ്മ എന്ന് പറയുന്നു. ആ ഭാര്യമാരിലുള്ള ആളുകളെയാണ് ഇവിടെ മുമ്പ് പരിചയപ്പെടുത്തിയത്. മൊയ്തീൻ, അതുപോലെ തന്നെ കുട്ടിയാരി, ഉലുവ മൊയ്തീൻ, പിന്നെ 2 വനിതകളും. 5 പേരാണ് ആ ഒരു ഭാര്യയിൽ ഉണ്ടായിരുന്നത്. പാത്തുമ്മ എന്ന് പറയുന്ന ഒരു ഭാര്യയിൽ ഉണ്ടായിരുന്നത് 5 പേരാണ്. ആ 5 പേരെയും മക്കളെയും ഇവിടെ പരിചയപ്പെടുത്തി. 2ാമത്തെ ഭാര്യ മമ്മാത്തു എന്ന് പറയുന്ന ഭാര്യ ഉണ്ടായിരുന്നു ഹൈദർ പാപ്പാക്ക്. അതിൽ 7 മക്കളുണ്ടായിരുന്നു. 7 മക്കൾ, എല്ലാവരും ആണുങ്ങൾ തന്നെയാണ്. 7 ആൺമക്കളായിരുന്നു 2ാമത്തെ ഭാര്യ മമ്മാത്തു എന്ന് പറയുന്ന ആളിലുണ്ടായിരുന്നത്. അതിൽ 1ാമത്തെ ആള് പാലാട്ടിയിൽ താമസിച്ചിരുന്ന കുഞ്ഞിപ്പോക്കര് എന്ന് പറയുന്ന ഒരു വല്യപ്പയായിരുന്നു. നിങ്ങൾക്ക് ആർക്കും പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കുഞ്ഞിപ്പോക്കര് പാലാട്ടിയിൽ താമസിച്ചിരുന്ന ആള്. ആ കുഞ്ഞിപ്പോക്കരുടെ സ്മരണക്കാണ് അദ്ദേഹത്തിന്റെ മകൻ കുഞ്ഞിപ്പോക്കര് എന്ന് പറയുന്ന ആൾ ഇന്ന് അരീക്കോട് കല്ലിരുട്ടിയിൽ താമസിക്കുന്നുണ്ട്. പാലാട്ടിയിൽ നിന്ന് അദ്ദേഹം വീട് സ്ഥലം എല്ലാം വിറ്റ് അരീക്കോട് ഭാഗത്ത് പോയി താമസിക്കും. കുഞ്ഞിപ്പോക്കര് അദ്ദേഹത്തിന്റെ വല്യപ്പ. അതുപോലെ തന്നെ നമുക്കിടയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പാലാട്ടിയിലെ ബാപ്പു എന്ന് പറയുന്ന ആള്, അവരുടെയൊക്കെ വല്യപ്പ കുഞ്ഞിപ്പോക്കര് എന്ന് പറയുന്ന ആള്. ആ കുഞ്ഞിപ്പോക്കര് എന്ന് പറയുന്ന ആൾക്ക് 4 മക്കളുള്ളതിൽ ഒരാൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ വനിതകളായിരുന്നു. ആ ആണായിരുന്നു ഹൈദ്രു. പാലാട്ടിയിൽ ഹൈദ്രു എന്ന് പറയും. ഏകദേശം ഒരു 20 ഹൈദർ ഹാജി ഏകദേശം ഒരു 20 വർഷമായിട്ടുണ്ടാവും മരണപ്പെട്ടു പോയത്. അവരുടെ മക്കളാണ് അരീക്കോട് താമസിക്കുന്ന കുഞ്ഞിപ്പോക്കരി എന്ന ആളും ഇപ്പൊ നമുക്കിടയിൽ പാലാട്ടിയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ബാപ്പു. അവരാണ് അതിൽ ആൺമക്കളായിട്ട് ഉള്ളത്. ബാക്കിയൊക്കെ വനിതകളാണ്. അവരെ നിങ്ങൾ പരിചയപ്പെട്ടു. അടുത്തതായിട്ട്
രണ്ടാമത്തെ ഭാര്യയിൽ ഉണ്ടായിരുന്ന മമ്മാത്തു എന്ന് പറയുന്ന ഭാര്യയിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ മകനാണ് കുഞ്ഞോയി എന്ന് പറയുന്ന ആള്. വെട്ടുകാട് ഭാഗത്ത് താമസിച്ചിരുന്ന കുഞ്ഞോയി എന്ന് പറയും. വെട്ടുകാട് കുഞ്ഞോയിയുടെ മക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്ന് പാത്തു എന്ന് പറയുന്ന ആള് പള്ളിക്കൽ ബസാറിലേക്ക് കെട്ടിച്ചയച്ചിരുന്നു. അതുപോലെ തന്നെ ആച്ചുട്ടി എന്ന് പറയുന്ന ആള് കൊട്ടപ്പുറത്തേക്ക് വിവാഹം ചെയ്തയച്ചിരുന്നു. അതുപോലെ തന്നെ മമ്മാത്തു എന്ന് പറയുന്ന ആള് അരിമ്പ്രയിലേക്ക് വിവാഹം ചെയ്തയച്ചു. ഇമ്മത്തിക്കുട്ടി എന്ന് പറയുന്ന ആളെ ചുള്ളിക്കോട്ടേക്ക് വിവാഹം ചെയ്തയച്ചു. അങ്ങനെ 4 വനിതകൾ. എന്നാൽ അതിലൊരാളുണ്ടായിരുന്നു, ഹൈദ്രു എന്ന് പറയും. വെട്ടുകാട്ടിൽ താമസിച്ചിരുന്ന ഹൈദ്രു എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഹൈദ്രുവിന്റെ മക്കളൊക്കെ ചിലരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ ഹാജരായിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ മകൻ കുഞ്ഞേൻകുട്ടിയായിരുന്നു. വെട്ടുകാട്ടിലെ കുഞ്ഞേൻകുട്ടിയാക്ക എന്ന് പറയും. അദ്ദേഹം ഈയിടെ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മക്കൾ ഇവിടെ ഉണ്ട്. അവർ എഴുന്നേറ്റ് നിൽക്കണം. കുഞ്ഞേൻകുട്ടിയാക്കാന്റെ മക്കൾ നാസർ ഇങ്ങോട്ട് വന്ന് നിൽക്കണം. നാസറിന്റെ പെങ്ങന്മാർ ഇങ്ങോട്ട് വന്ന് നിൽക്കണം. ആ റൊക്കിയ, സഫിയ, മൈമൂന എന്നുള്ളവർക്ക് മുന്നോട്ട് പെട്ടെന്ന് വന്നിരിക്കണം. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. കുഞ്ഞേൻകുട്ടിയാക്കാൻ 3 ആമക്കളിലെ 3 പേരുമാണ് അപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് വെട്ടുകാട്ടിലെ കുഞ്ഞോയി മകൻ, ഹൈദ്രു മകൻ, കുഞ്ഞോയിൻകുട്ടി മക്കളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കുഞ്ഞോയിൻകുട്ടിയുടെ ഭാര്യയും നിങ്ങൾക്ക് അവിടെ ദർശിക്കാൻ കഴിയും. അയ്യൂബ്, നാസർ, ആയിഷ ഉണ്ടോ? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞേൻകുട്ടി എന്ന് പറയുന്നവരുടെ ഭാര്യയെ നിങ്ങൾ കണ്ടു. ആ ഭാര്യ എന്ന് പറയുന്നത് ഇതേ കൂട്ടത്തിൽ പറഞ്ഞ ചുള്ളിക്കോട്ടക്ക് നമ്മൾ വിവാഹം ചെയ്തയച്ചു എന്ന് പറയുന്ന ഇമ്മത്തിക്കുട്ടി എന്ന് പറയുന്ന അവരുടെ മകളാണ്. ഈ കുഞ്ഞേൻകുട്ടി മകളാണ്. ഇമ്മത്തിക്കുട്ടി എന്ന് പറയുന്ന ആളുടെ മകളാണ്. ബിച്ചിപ്പാത്തു എന്നവരാണ് കുഞ്ഞേൻകുട്ടിയുടെ ഭാര്യ. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്ന കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വിവാഹം വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനെ കുഞ്ഞേൻകുട്ടിയാരുടെ മക്കളെ നിങ്ങൾ കണ്ടു. അടുത്തതായിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹവും മക്കളും ഇവിടെ ഹാജരായിട്ടുണ്ട്. അവരെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പെട്ടെന്ന് എവിടെ ശരീഫുണ്ടോ? പിന്നെ ഒന്നാലായിട്ടുണ്ട്. പെൺകുട്ടിമാരാ വന്നത്. പെട്ടെന്നുണ്ടോ? ഇപ്പൊ നമ്മൾ സിൽസിലെ വായിച്ച മുഹമ്മദ് പറഞ്ഞ ആളാണ്. എൻ്റെ നേരത്തേക്ക് മൈമൂന. പിന്നെ ഞാൻ വന്നിട്ടുണ്ടോ? പിന്നെ സാദിഖ് എന്നോടത്ത് വിദേശത്താണ്. പിന്നെ സൽമത്ത് ഷരീഫ അവർ എത്തിയിട്ടില്ല. വിവാഹം കെട്ടിച്ചു കൊടുത്താണ്. ഇവരെ അറിയിച്ചിട്ടുണ്ട്, അവരെത്തിയിട്ടില്ല. അപ്പൊ മുഹമ്മദ് എന്ന് പറയുന്ന ആളെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. വെട്ടുകാടിലുള്ള കുഞ്ഞോയി വെട്ടുകാടിന്റെ മക്കളെയാണ് ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആളെ നിങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ അതിൽ ഒരാൾ പാത്വയ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. അവര് കുഞ്ഞോയി വെട്ടുകാടിന്റെ മകൻ ഹൈദ്രു എന്നവരുടെ മകൾ പാത്വയ്. പിന്നെയുള്ളത് അബൂബക്കർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വയനാട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്. അബൂബക്കർ എന്ന് പറയുന്ന ആൾ. അവരെല്ലാവരും കൂടെ പെട്ടെന്ന് മുന്നോട്ട് വരണം. പെട്ടെന്ന് അടുത്തതായിട്ട് ആ പരമ്പരയിലുള്ള സെയ്ദലവി എന്ന് പറയുന്ന ആളാണ്. വെട്ടുകാട് ഭാഗത്ത് താമസിച്ചിരുന്ന അദ്ദേഹം നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയി. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതിലൊരുത്തൻ മൂത്ത ആള് വിദേശത്താണുള്ളത്. 2 പേര് അതിൽ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു മകൾ ഇവിടെ ഹാജരായിട്ടില്ല. നജീമ അതുപോലെ തന്നെ നിസാന എന്ന് പറയുന്ന 2 മക്കൾ ഇവിടെ ഹാജരായിട്ടില്ല. ബാക്കി എല്ലാവരും ഇവിടെ ഹാജരായിട്ടുണ്ട്. അടുത്തത് ആ പരമ്പരയിൽ തന്നെയുള്ള അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആള്. വയനാട് ചലഞ്ഞിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആള്. വെട്ടുകാട്ടിലെ
അയാൾക്ക് 3 ആൾ കുട്ടികളാണ്. കുട്ടികൾ എത്തിയിട്ടില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് ആ പരമ്പരയിലുള്ള 4 പെൺമക്കൾ, പാത്തുമ്മ, ആയിഷ, സുഹറ, ആമിന, ഇവരൊക്കെ അതിലുള്ള പെൺമക്കളാണ്. അവരെല്ലാം മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. അടുത്തതായിട്ട് ആലി, അതായത് പാറാത്തൊടുവിലെ മൂസ ഹാജി എന്ന് പറയുന്നവരുടെ മകൻ, ചെറിയാപ്പു ഹാജി എന്നിവരുടെയൊക്കെ വല്യപ്പയായ ആലി അവരുടെ മക്കളെയാണ് ഇനി പരിചയപ്പെടുത്താനിരിക്കുന്നത്. അതില് 5 മക്കളായിരുന്നു. ഇപ്പൊ മൂസ ഹാജിയുടെ മക്കളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂസാജിന്റെ 2ാമത്തെ മകൻ ചെറിയാപ്പാജിന്റെ മകനെയും കുട്ടികളെയും പെണ്ണുങ്ങളെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെങ്ങളെയും അലവിക്കുട്ടി ഹാജി എന്ന ചെറിയാപ്പു ഹാജി, ഫാത്തിമ കുട്ടി, ഫാത്തിമ, അബൂബക്കർ സിദ്ദീഖ്, മുഹമ്മദ് ഹബീബ്, മുഹമ്മദ് മുസ്തഫ. എൻ്റെ ഉമ്മയും മാട്ടുകാരത്തിയാണ്, ബാപ്പയും മാട്ടുകാരനാണ്, വല്യാപ്പയും മാട്ടുകാരനാണ്, വല്യമ്മയും മാട്ടുകാരത്തിയാണ്. ചെറിയാപ്പാജിയുടെ മൂത്ത മകൻ അഷറഫ് എന്നിടത്തും ഗൾഫിലാണ്. പിന്നെ മൂസ മൂത്ത മകൻ മൂസ, അവനും ഗൾഫിലാണ്. അപ്പൊ ചെറിയാപ്പു ഹാജിയുടെ കുടുംബത്തെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് എന്ന് പറയുന്ന ബിച്ചാൻ ചീക്കോട് അവർ മരണപ്പെട്ടു പോയി. എന്നാലും അവര് ചീക്കോട് ഭാഗത്ത്, പൊന്നാട് ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അവരുടെ മക്കളൊക്കെ കുഞ്ഞാനും കുട്ടവും അവരിവിടെ മുന്നോട്ട് വരണം. മൂസ മുസ്ലിയാർ വന്നിട്ടില്ല. പിന്നെ എൻ്റെ പെങ്ങള് സീനത്ത് വന്നിട്ടില്ല. ആലി എന്നവരുടെ മകൻ മൂസ ഹാജിയുടെ മക്കളെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. ചെറിയാപ്പു ഹാജി, അതുപോലെ തന്നെ ബിച്ചാന്, പാത്തുമുണ്ണി എന്ന് പറയുന്ന ഇവരുടെ കുടുംബം, പാത്തുമ്മക്കുട്ടി എന്ന് പറയുന്ന ആളോട്, അവരൊക്കെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. അടുത്തത് ആലിയുടെ മകൻ ഹൈദ്രു എന്ന് പറയുന്ന ബിച്ചാൻ, ബിച്ചി ഹാജി, ഹൈദ്രു എന്ന് പറയുന്ന ബിച്ചി ഹാജി, അവരുടെ കുടുംബം ഇന്ന് ഇവിടെ നമ്മുടെ ഈ മലയുടെ അപ്പുറത്ത് ആ ഭാഗത്ത് ഓമാനൂർ മഹലിൽ താമസിക്കുന്നു. ബിച്ചി ഹാജിയുടെ കുടുംബം. മകൻ ചെറിയാപ്പു ഹാജിയായിട്ടാണ് കല്യാണ ബന്ധം നടത്തിയിട്ടുള്ളത്. ആലിക്കുട്ടി ഹാജി, മുഹമ്മദ്, റമീസ്, സാബിഖ്, ഷമീം, റഷീദ്, അബ്ദുൽ സമദ്, ആലിക്കുട്ടി ഹാജി മോഹൻ, യാസിൻ മാലിക്, ഷംസിയ, സുഹറ, ഫാത്തിമ, സുബൈദ, ആമിന. ശ്രദ്ധിക്കണം, ഇതിന്റെ ഫാത്തിമ. ഇവരെല്ലാം ഒരു ബാബാന്റെ മക്കളാണ്. അതിൽ ആലി ഹാജിയുടെ മൂത്ത മകൻ അബ്ദുറഹ്മാൻ ഇതിന്റെ ഇടക്കാലത്ത് 2-3 മാസം മുമ്പ് മരണപ്പെട്ടു. അതിന്റെ കുട്ടികളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരു മകൻ ഗൾഫിലുണ്ട്. എന്താ പേര്? അബ്ദുൽ അസീസ്. അടുത്തത് ആ പരമ്പരയിൽ ഉണ്ടായിരുന്ന മൂസ ഹാജി, ബിച്ചി ഹാജി എന്നിവരുടെ 2 പെങ്ങന്മാര്. അതിലൊന്ന് പാത്തുമുണ്ണി എന്ന് പറയും, കൊളവട്ടൂര് താമസിക്കുന്ന, പ്രായം ചെന്ന് അവശയായി അവര് വീട്ടിലിരിക്കുകയാണ്. അവരുടെ വീട് ഞങ്ങൾ സന്ദർശിച്ചിരുന്നു. അവരെ വീട്ടിലേക്ക്, ഈ പരിപാടിയിലേക്ക് അവരെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ പാത്തുമുണ്ണി എന്ന് പറയുന്ന ആൾക്ക് വരാൻ പറ്റാത്ത ആരോഗ്യകരമായി ക്ഷീണമുള്ള അവസ്ഥയായിരുന്നു. നാട്ടിൽ മൂസ ഹാജിയുടെയും ബിച്ചി ഹാജിയുടെയും 3 പെങ്ങന്മാരുള്ളതിൽ മൂത്ത പെങ്ങൾ ഗവൺമെന്റ് വിവാഹം കഴിച്ചു പോയി. അത് ഇതിന്റെ ഇടക്കാലത്ത് മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ 2ാമത്തെ പെങ്ങളാണ് കക്കോട്ട് പാറക്കൽ കുടുംബത്തിലേക്ക് വിവാഹബന്ധം പുലർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 3ാമത്തെ പെങ്ങളാണ് സുഖമില്ലാതെ കിടക്കുക എന്ന് പറഞ്ഞത്. അത് ഇവർ സ്ഥലത്തെത്തിയിട്ടില്ല. അടുത്ത ആള് മൂസ എന്ന് പറയുന്ന ആളായിരുന്നു. മാട്ടിൽ ഭാഗത്ത് താമസിച്ചിരുന്ന മൂസ എന്ന് പറയുന്ന ആള്. ആകെ 6 മക്കളുണ്ടായിരുന്നു അവർക്ക്. മൂസ എന്ന് പറയുന്ന ആള്. 1ാമത്തെ ആള്
ഹൈദ്രുവായിരുന്നു. രണ്ടാമത്തെ ആൾ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ഒളവട്ടൂർ പോയി ആ ഭാഗത്ത് പോയി കൊളത്തോടു എന്ന് പറയുന്ന ഭാഗത്ത് പോയി താമസിച്ചിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആള്. ബാക്കിയുള്ള ആളുകൾ വനിതകളായിരുന്നു. മമ്മാത്തൊട്ടി പുളിയക്കോട്ട് കെട്ടിച്ചു, പാത്തുമ്മക്കുട്ടി കക്കോട്ട് ഭാഗത്തേക്ക് കെട്ടിച്ചു, കദീസക്കുട്ടി കടുങ്ങല്ലൂരിലേക്ക് കെട്ടിച്ചു, ആമിനക്കുട്ടി അതും കടുങ്ങല്ലൂരിലേക്ക് കെട്ടിച്ചു. ഇങ്ങനെ ഈ 4 വനിതകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ മരണപ്പെട്ടു പോയി. അപ്പൊ ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ ഹൈദ്രു എന്ന് പറയുന്ന ആളുടെ മക്കള് ഇന്ന് ഇവിടെ നമ്മുടെ കിടയിൽ നമ്മുടെ ഭാഗത്ത് തന്നെ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മൂത്ത ആള് മൂസ എന്ന് പറയുന്ന ആളായിരുന്നു. ആ മൂസ എന്ന് പറയുന്ന ആള് നമുക്കിടയിൽ വെച്ച് മരണപ്പെട്ടു പോയി. നാട്ടിൽ താമസിക്കുന്ന മൂസ എന്ന് പറയുന്ന ആള്, അവരുടെ മക്കൾ ഇന്ന് ഇവിടെ ഹാജരായിട്ടുണ്ട്. മൂസ എന്ന് പറയുന്ന ആളുടെ മക്കൾ, അതായത് മൂസ എന്ന് പറയുന്ന ആളുടെ മൂത്ത മകൻ ഹൈദ്രു എന്ന് പറയുന്ന ആളുടെ മക്കൾ മൂസ, ആയിഷ, ഫാത്തുമ, അലവി, മുഹമ്മദ് ബാക്കവി, നബീസ, ഇങ്ങനെ 6 മക്കളായിരുന്നു അതിലുണ്ടായിരുന്നത്. അവരെല്ലാവരും ഇവിടെ മുന്നോട്ട് വരണം. നാട്ടിൽ ഭാഗത്ത് താമസിച്ചിരുന്ന മൂസ എന്നവരുടെ മകൻ ഹൈദ്രു എന്നവരുടെ മക്കളായ 6 പേരിൽ ഒരാൾ മരണപ്പെട്ടു പോയി. മൂസ എന്ന് പറയുന്ന ആള് മരണപ്പെട്ടു പോയി. ബാക്കിയുള്ള ആളുകൾ എന്നും ജീവിച്ചിരിപ്പുണ്ട്. ആയിഷ, ഫാത്തുമ, അലവി, മുഹമ്മദ് വാക്കബി, നഫീസ. മൂസ എന്ന് പറയുന്ന ആള് മരണപ്പെട്ടു പോയി. ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഹാജരുണ്ട്. അവരായാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ്, ഫാത്തിമ, ഹഫ്സത്ത്, ഫാത്തിമത്തുൽ സഹറ, ഹസ്നി, ഹലീമ ഫർഹാന, അബ്ദുറഹ്മാൻ, അലവിയുടെ മകൻ സാദിഖ്. യഥാർത്ഥമായി ഞങ്ങളുടെ തറവാട്ടിൽ നിന്നാണ് ഇത്രയും വമ്പിച്ച ഒരു ജനാവലി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ്, അഥവാ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന തറവാടിൽ നിന്നാണ് ഉത്ഭവിച്ചത്. എൻ്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു മൂസ. രണ്ടാമതായിട്ട് അതിലൊരു മകനുണ്ട്, മൂസ എന്ന് പറയുന്ന ആളുടെ മകൻ മുഹമ്മദ്. കൊളവട്ടൂര് കൊളത്തോടു എന്ന് പറയുന്ന ഭാഗത്ത് പോയി താമസമാക്കിയ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ, അവരുടെ മക്കള് ഇവിടെ ഉണ്ടായിരുന്നു. ജമാൽ, മുഹമ്മദ് കമാൽ എന്ന് പറയുന്ന ആള്, അതുപോലെ തന്നെ അവരുടെ പങ്കൾ. അതില് കൊളവട്ടൂര് താമസമാക്കിയ മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്ക് 5 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ മകൻ ഹസൈൻ കുട്ടി എന്ന് പറയുന്ന ആള് മരണപ്പെട്ടു പോയി. ഹസൈൻ കുട്ടി എന്ന് പറയുന്ന ആള് മരണപ്പെട്ടു പോയി. അതിൽ ഹസൈൻ കുട്ടിയുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരും ഈ കൂട്ടത്തിലേക്ക് കടന്നു വരണം. എൻ്റെ പേര് അബ്ദുൽ കമാൽ. അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ളത് മമ്മദിഷ എന്ന് പറയുന്ന ആള്, അതായത് ഇന്ന് നമുക്കിടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരൻ മുഹമ്മദിഷ എന്ന് പറയുന്ന അവരുടെ വാപ്പ ഹൈദ്രു എന്ന് പറയുന്ന ആളുടെ വാപ്പ മമ്മദിഷ എന്ന് പറയുന്ന വല്യപ്പയുണ്ടായിരുന്നു. ആ കുടുംബത്തെ കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ മുഹമ്മദിഷ പരിചയപ്പെടുത്തി തരും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കും. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഈ കുടുംബത്തിൽ ഇത്ര ഒരു വേദി ഉണ്ടാക്കി അള്ളാഹുവിനെ ആദ്യമായി സൃഷ്ടിക്കുന്നു. അൽഹംദുലില്ലാ. എൻ്റെ കൂടെ ബാപ്പ ലോറി ഹൈദർ എന്ന് പറഞ്ഞാൽ ലോറി കച്ചവടമല്ല, ഒരു പേരിന് മുൻകാലത്തെ ഉണ്ടായിട്ടുള്ളതാണ്. എൻ്റെ ജ്യേഷ്ഠത വലിയ ജ്യേഷ്ഠനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതേമാതിരി രണ്ടാമത്തെ ജ്യേഷ്ഠൻ അലവി ഹാജിന്റെ കുട്ടികൾ സീനത്ത്, അവര് മുന്നോട്ട് വരണം. അവര് സ്റ്റേജിന്റെ മുമ്പിൽ വീരാൻകുട്ടി, മൂന്നാമത്തെ ആള് വീരാൻകുട്ടി, അദ്ദേഹം ഇപ്പോൾ ഗൾഫിലാണ്. അവരെ കുട്ടികളും കൂടി മുന്നോട്ട് വരണം. 4ാമത്തെ ആള് എം മുഹമ്മദ് ഷാ, ചെറിയ മകനാണ്. എൻ്റെ കുട്ടികൾ 3 കുട്ടികളുണ്ട് എനിക്ക്. ആ കുട്ടികളെ ഒന്ന് മാജിദ എന്ന് പറയും. ഇങ്ങോട്ട് വാ, എല്ലാവരും ഇങ്ങോട്ട് വരും. പിന്നെ അല്ലേ എൻ്റെ പെങ്ങന്മാർ 2 പെങ്ങന്മാരുണ്ട്, ഫാത്തിമ, ഖദീജ. അവര് ഫാത്തിമ, ഖദീജ 2 പെങ്ങന്മാരുണ്ട്. 4 ആമക്കളുമാണ് ഞങ്ങളുള്ളത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ
മൂത്ത ജ്യേഷ്ഠനാണ്. മൂത്ത ജ്യേഷ്ഠന്റെ മൂത്ത മകൻ മുജീബുർ റഹ്മാൻ എന്ന് പറയും. അവൻ ഇപ്പോൾ സ്ഥലത്തില്ല, ഗൾഫിലാണ്. അതുപോലെ ഇതിന് നജുമിന്നിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഷാജിയ എന്ന പെൺകുട്ടി, എല്ലാവരെയും കാണുന്നത്. അതുപോലെ തന്നെ ഒരാളിവിടെ ഉണ്ട്. മുഹമ്മദ് അലവി യാസർ, ഇർഷാദ്, ഷാക്കിർ, അഷ്റഫ്, ഫാത്തിമ, ഷഹനാസർ, യംഷാദ്, അശ്വിന, വാജിദ, സീനത്ത്, ഖദീജ, റജുനിസ, നസീറ, നസീല, സാജിദ, ഖദീജ, ഒരു കുട്ടിയോടെ ഉണ്ട് ജുമൈലത്ത്. അതേപോലെ എൻ്റെ ഭാര്യ അവിടെ ഉണ്ട് സൈഡിലുള്ള ഫോട്ടത്തിന് വലിയ ആറാമ ഇതിന് ആളാണ്. പിന്നെ അതുകൊണ്ട് അവളിപ്പോൾ മാറിയിക്കണേ. അപ്പൊ നമ്മുടെ ഫാമിലിയാണ് ഈ കാണുന്നത്. സമീർ അവരുടെ ആ പരമ്പരയിൽ മമ്മാത്തു, ഓമാനൂർക്ക് വിവാഹം ചെയ്ത് മമ്മാത്തു എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി. പിന്നീട് ആലിക്കുട്ടി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. കുടുംബത്തിലേക്കാണ് മമ്മാത്തൂരെ വിവാഹം കഴിച്ചത്. അതുപോലെ തന്നെ ആമിനക്കുട്ടി ഒളവട്ടൂര് മങ്ങാട്ടു പറമ്പൻ MC കോയാമു ഹാജി എന്ന മല്ല ആ വിവാഹം കഴിച്ചത്. അതുപോലെ തന്നെ ചെറിയ പങ്കൾ എൻ്റെ അമ്മായി മാട്ടിൽ കുഞ്ഞാത്തുമ്മ. ഈ കുഞ്ഞാത്തുമ്മ മാട്ടിൽ മൂപ്പണ്ണി, മാട്ടിൽ മാനുറ്റി, അരവി പാവാൻ മകൻ മാനുറ്റി എന്ന് കല്യാണം കഴിച്ചു. കുടുംബത്തിലാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പം അതില് ആലിക്കുട്ടി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, നമ്മുടെ ഹൈദ്രു എന്ന് പറയുന്ന ആളുടെ അനിയൻ. ആലിക്കുട്ടി പാലാട്ടിയിൽ എന്ന് പറയും. നമ്മുടെ പാലാട്ടിയിലെ ഗഫൂർ തുടങ്ങിയ ആളുകളുടെ പിതാവായ ആലിക്കുട്ടി എന്ന് പറയുന്ന ആള് നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയി. അവരും അവരുടെ മക്കൾ ഉടനെ മുന്നോട്ട് വരണം. ആലിക്കുട്ടി എന്ന് പറയുന്ന ആളുടെ മക്കൾ. ഹലോ, എൻ്റെ പിതാവിന് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ഈ 2 ഭാര്യമാരിൽ ഞങ്ങൾ 8 ആളുകളുണ്ട്. അതിൽ പിന്നെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന ജ്യേഷ്ഠനാണ് മുഹമ്മദ് ഈശ. പിന്നെ 2 പെങ്ങന്മാരുണ്ട്. അതിലൊരു പെങ്ങളാണിത്. മറ്റേ വന്നിട്ടില്ല. അവളെ പിന്നെ പൊന്നാടാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പെങ്ങളുള്ളത് വലിയാറമ്പാണ് വിവാഹം ചെയ്തത്. അവരിവിടെ എത്തിയിട്ടില്ല. പിന്നെ എൻ്റെ നേരെ അനിയൻ ഉഫൂർ. പിന്നെ മറ്റൊരു പെങ്ങള് സുലൈക്ക വലിയാറമ്പക്ക് വിവാഹം ചെയ്തു. മറ്റൊരു അനിയൻ ബസ്സിൽ ഡ്രൈവറായി പോകുന്ന ജയന്തിന് അവിടെ ഇവിടെ ഹാജരായിട്ടില്ല. മറ്റൊരു അനിയൻ അബ്ദുള്ള, അവനും ഇവിടെ ഹാജരായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 8 ആളുകളാണ് ഉള്ളത്. എൻ്റെ പേര് മൊയ്തീൻ, ഇവൻ ഒഫൂർ, ഇത് സുലൈക്ക, ഇത് ആയിഷ. അപ്പൊ ആ കുടുംബത്തെ നിങ്ങൾ പരിചയപ്പെട്ടു. പാലാടി താമസിച്ചിരുന്ന ആലിക്കുട്ടി എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു പോയി. അവരുടെ മക്കളെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. അവരുടെ അനിയൻ കുട്ടിരായൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഇവിടെ നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹവും കുടുംബവും മുന്നോട്ട് വരണം. അദ്ദേഹവും മക്കളും മുന്നോട്ട് വരണം. അതിൽ 3 ആൺമക്കള് വിദേശത്താണുള്ളത്. അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ്, അലവി, അതുപോലെ തന്നെ മുഹമ്മദ് ഇഷ എന്ന് പറയുന്ന ആ 3 ആൺമക്കളും ഇന്ന് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവർക്ക് ഇവിടെ ഹാജരാവാൻ സാധിച്ചിട്ടില്ല. ബാക്കിയുള്ള പെൺമക്കളൊക്കെ ഇങ്ങോട്ട് കഴിയുന്നവർ കടന്നു വരണം. ഇവരെ പെങ്ങന്മാരാണ് 2 പേര്. 3 പെങ്ങൾ, ഒരു പെങ്ങളെ ഈ പ്രായത്തിലുള്ളൂ. എൻ്റെ ഇളാപ്പയെ എടുത്തുള്ളൂ. ഇത് നമ്മുടെ കാരണവന്മാരൻ ഒരംഗവും കൂടിയാണ്. അതായത് ഇവിടെ ഒന്നുകൂടി വിശദീകരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ പരമ്പരയിൽ, അതായത് ഹൈദ്രു, ഈ മുഹമ്മദ് ഇഷയുടെ പിതാവ് ഹൈദ്രു, അതുപോലെ തന്നെ ആലിക്കുട്ടി, നമ്മുടെ ഗഫൂറിന്റെ ഒക്കെ പിതാവ് ആലിക്കുട്ടി, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നിന്ന കുട്ടിരായി എന്ന് പറയുന്ന ആള്, അവരുടെയൊക്കെ പെങ്ങള് കുഞ്ഞാത്തുമ്മ, പാലാട്ടിയിൽ ഇന്ന് താമസിക്കുന്ന കുഞ്ഞാത്തുമ്മ എന്ന് പറയുന്ന ആള് നേരത്തെ നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ആമിന എന്ന് പറയുന്ന ആള് വളവട്ടൂർ ആ ഭാഗത്ത് താമസിക്കുന്ന. ഇവർ 2 പേരുമാണ് വനിതകളായിട്ട് അതിൽ ബാക്കിയുള്ളത്. വളവട്ടൂർ താമസിക്കുന്ന ആമിന, അതുപോലെ തന്നെ കുഞ്ഞാത്തുമ്മ. ഇവർ 2 പേരും, കുഞ്ഞാത്തുമ്മ എന്ന് പറയുന്ന നമ്മളൊക്കെ അമ്മായി എന്ന് വിളിക്കുന്ന പാലാട്ടിയിൽ താമസിക്കുന്ന ആള് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. അവരെ വിവാഹം ചെയ്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ മാനുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. എൻ്റെ ഹൈദ്രു എന്ന മാനുട്ടി എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠനാണ്. അവരെ വിവാഹം ചെയ്തത് അവർ മരണപ്പെട്ടു പോയി. കുഞ്ഞാത്തുമ്മ എന്ന് പറയുന്ന ആളെ വിവാഹം ചെയ്തത് എൻ്റെ പിതാവിന്റെ ജ്യേഷ്ഠനാണ്. അവര് മരണപ്പെട്ടു പോയി. അതിൽ 2 മക്കളുണ്ട്, ആയിഷ അതുപോലെ തന്നെ ഫാത്തിമ എന്നീ 2 മക്കള് അതിലുണ്ട്. അവരും ഇവിടെ ഹാജരായിട്ടുണ്ട്. എഴുന്നേറ്റ് നിൽക്കണം, അല്ലെങ്കിൽ മുമ്പോട്ട് വരണം. ആയിഷ അതുപോലെ തന്നെ
ഫാത്തിമ, ആയിഷ ബീവി, ഫാത്തിമ എന്നീ 2 മക്കൾ എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ അവര് മുന്നോട്ട് വരണം. നമ്മുടെ കുട്ടിരായിൻ, അതുപോലെ തന്നെ ലോറി ഹൈദർ, അതുപോലെ തന്നെ ആലിക്കുട്ടി എന്നവരുടെയൊക്കെ പെങ്ങളാണ് ഈ കുഞ്ഞാത്തുമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ ഒളവട്ടൂർ ഭാഗത്ത് താമസിക്കുന്ന നേരത്തെ പറഞ്ഞ ആമിന എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ട്. അവര് തൊട്ട് മുമ്പ് നമ്മുടെ കുടുംബങ്ങളിൽ അവശേഷിക്കുന്ന വനിതകളെ നിങ്ങൾ കാണിച്ചു തന്നപ്പോൾ അവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും. അടുത്ത ആ കുടുംബം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആളുടെ കുടുംബം ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അടുത്തതായിട്ട് മൊയ്തീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുടെ കുടുംബം. മൊയ്തീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുടെ കുടുംബം, അതിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് കല്ലിവളപ്പിൽ എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മക്കള് മുന്നോട്ട് വരണം. മൊയ്തീൻ മുസ്ലിയാരുടെ ഒന്നാമത്തെ മകൻ മുഹമ്മദ് എന്ന് പറയുന്ന ആള് മരണപ്പെട്ടു പോയി. അവരുടെ മക്കള് മുമ്പോട്ട് വരണം. ഈ പറയുന്ന ആള് മൊയ്തീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് പരിചയപ്പെടണം. നമ്മുടെ മരണപ്പെട്ടു പോയ സുലൈമാൻ ഹാജി, ഇവിടെ ഇരുന്നിരുന്ന അലവിക്കുട്ടി ഹാജി, അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നിവരുടെയൊക്കെ പിതാവാണ് മൊയ്തീൻ മുസ്ലിയാർ എന്ന് പറയുന്നത്. അതിലുള്ള ഒന്നാമത്തെ ആള് മുഹമ്മദ് എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ ആളുടെ മക്കളാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത്.